ഇന്ന് ബന്ധങ്ങൾ തുടങ്ങുന്നത് തന്നെ ഹറാമിലാണ്. എല്ലാ ബന്ധങ്ങളും, ഒട്ടുമിക്ക ബന്ധങ്ങളും തുടങ്ങുന്നത് ഹറാമിലാണ്. നിക്കാഹ് മാനദണ്ഡങ്ങളെയല്ല, നിശ്ചയത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെ കോപ്രായങ്ങളാണ്. കല്യാണം ഉറപ്പിക്കാൻ പോകുമ്പോൾ തന്നെ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. ഇന്നലെ ഒരു പെൺകുട്ടി കല്യാണം ഉറപ്പിച്ച കല്യാണം വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആങ്ങൾ എന്നോട് സങ്കടം പറഞ്ഞു. അപ്പൊ എന്താ ഉറപ്പിച്ച കല്യാണം വേണ്ട എന്ന് പറഞ്ഞത്? അവൻ ആദ്യം ഒരു തവണ നിശ്ചയത്ത് കഴിഞ്ഞിട്ട് ഈ ആൺകുട്ടി ഇവളോട് ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, അപ്പൊ അവള് പറഞ്ഞു ഇത് വേണ്ട, കല്യാണത്തിന് ശേഷം മതി. രണ്ടാമത് ശ്രമിച്ചു, അപ്പോഴും പറഞ്ഞു. മൂന്നാമത് ശ്രമിച്ചു, ഇവൻ ഇത് എങ്ങനെങ്കിലും ചാറ്റിംഗ് തുടങ്ങണം. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവർ ഇക്കാലത്തുണ്ട്. ഇന്നിപ്പോ നിശ്ചയത്തിന് വരുമ്പം തന്നെ മൊബൈൽ ഫോൺ കൊടുക്കുന്നു, അവര് കണ്ടുമുട്ടുന്നു, ടൂറ് പോകുന്നു, ഒരുമിക്കുന്നു, സംഗമിക്കുന്നു. എല്ലാം നിക്കാഹൊന്നൊരു മാനദണ്ഡമേ അല്ല, തുടക്കം തന്നെ ഹറാം. പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. മക്കൾ ഹറാം ആവുന്നതിന്റെ ഒന്നാമത്തെ അടിസ്ഥാന കാരണം നമ്മൾ തന്നെയാണ്. ഒരു ബന്ധം ഹറാമിൽ തുടങ്ങിയാൽ ആ ബന്ധം അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതിന്റെ പര്യവസാനം എല്ലാം ഹറാമിലായി പോകുന്നതിന് മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഹലാല് നമ്മൾ തീരെ ഗൗനിക്കുന്നില്ല. ഈ മഹതിമാരെ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? ഹലാലല്ലാത്തത് അവരുടെ അകത്തേക്ക് കടന്നിട്ടില്ല എന്നതാണ്. രണ്ടാമത് അവരുടെ ഔറത്തിന്റെ സമീപനങ്ങൾ. ഫാത്തിമ ബീവിയെയും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യന്മാരായി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിത പടുക്കളെ നമുക്ക് കാണാം. അവർക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുള്ളവരാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിരവധി സ്വഹാബികളുണ്ട്. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ കച്ചവടക്കാരനായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ഷാമിലേക്ക് കച്ചവടക്ക് യാത്ര പോകുന്നത്. ഇടപെടലുകളെല്ലാം അന്നേ സ്ത്രീകളുമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യാതൊരു നിലക്കുമുള്ള ഹറാമായ ചുറ്റുപാടുകൾ, യാതൊരു നിലക്കുമുള്ള ദീന് വിലക്കിയ ഹിജാബിന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രവണതകളും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, ഹിജാബ് തന്നെ എടുത്തൊഴിവാക്കപ്പെടുന്ന ഒരു സിസ്റ്റം വന്നു. ഹിജാബ് എടുത്തൊഴിവാക്കുക എന്ന് പറഞ്ഞാൽ നിഖാബ് ഇട്ടവരുടെ എണ്ണം കൂടി ഉണ്ടാവും. നമ്മളെ വല്യന്മാരൊന്നും ഹിജാബ് ഇട്ടതായി, നിഖാബ് ഇട്ടതായിട്ട് എനിക്കറിയില്ല. എൻ്റെ ഉമ്മാന്റെ ഉമ്മയും ഉപ്പാന്റെ ഉമ്മയും ഒന്നും ഹിജാബ് ഇട്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഈ സാധനം ഹിജാബ് പറഞ്ഞ നിഖാബ് അത് ഇടലില്ല. എന്നാൽ അവർക്ക് നല്ല ഹിജാബ് ഉണ്ട്. ഹിജാബ് എന്ന് പറഞ്ഞാൽ അതൊരു മറങ്ങനെ തൂക്കിയിടുന്നതിനെ പറ്റിയല്ല ഹിജാബ് എന്ന് പറയുന്നത്. അത് അറേബ്യൻ സംസ്കാരം പിന്നീട് നമ്മുടെ ഗൾഫ് കുടിയേറ്റാനന്തരം അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിനു ശേഷം അറബ് സംസ്കാരമായി നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ് ഇന്ന് കാണുന്ന പല നിഖാബുകളും നമ്മുടെ മുഖം മൂടികളുമെല്ലാം. മുഖം മറക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാം പറയുന്ന ഒരു ശീലകഷ്ണം തൂക്കിയിടൽ മാത്രമല്ല, പർദ്ദ ധരിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല. 3 ഘട്ടങ്ങളിലായിട്ടാണ് സ്ത്രീകളോട് പരസ്യമായ ഇടപെടലുകളെ സംബന്ധിച്ചുള്ള കൽപ്പനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിലൊന്നാമത്തെ ഘട്ടം ഏതാണ്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. ജാഹിലിയ കാലഘട്ടത്ത് പെണ്ണുങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതുപോലെ നിങ്ങൾ രംഗപ്രവേശനം ചെയ്യരുതെന്നാണ്. അന്ന് എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടു. അതുകൊണ്ട് പെണ്ണുങ്ങൾ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അവരിങ്ങനെ പരസ്യമായി ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒന്നാമത്തെ കൽപ്പന വന്നു. അനാവശ്യമായി സ്ത്രീകൾ പുറത്ത് ഇറങ്ങി പുറപ്പെടരുത്.
അറിവ് പഠിക്കാൻ വേണ്ടി പുറത്തിറങ്ങാം, ചികിത്സ തേടിക്കൊണ്ട് പുറത്തിറങ്ങാം, അനിവാര്യമായ ഘട്ടത്തിൽ ജോലി എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങാം, അങ്ങനെ തുടങ്ങി പുറത്തിറങ്ങാം. ഇനി പുറത്തിറങ്ങുമ്പോൾ തന്നെ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില മാനദണ്ഡമുണ്ട്. ഒറ്റക്ക് പോകാൻ പറ്റൂല. ഇന്നിപ്പോ എല്ലാവരും ബൈക്ക് എടുക്കുക, ഒറ്റക്ക് പോവുക. സ്വന്തം അങ്ങാടിയിലേക്കാണ് പോകുന്നതെങ്കിൽ സുരക്ഷയുണ്ടെങ്കിൽ ഹിജാബും നിഖാബോടൊക്കെ കൂടെ ഒറ്റക്ക് പോകാം. കാരണം അതിനെക്കുറിച്ച് യാത്ര എന്ന് പറയില്ല. എന്നാൽ നമ്മുടെ മഹല്ല് വിട്ടുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മഹിറമായ ആളുകൾ നമ്മുടെ കൂടെ ഇല്ലാതെ ഒരു നിലക്കും നമ്മുടെ യാത്ര അനുവദനീയമാവുകയില്ല. ഹറാമാണ് ആ യാത്ര. നമ്മുടെ മക്കളോ ഭർത്താവോ ആങ്ങളമാരോ വിവാഹബന്ധം ഹറാമായ ആരെങ്കിലും നമ്മുടെ കൂടെ ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ, ഞാൻ ഒറ്റക്കല്ലല്ലോ കുറെ ആളുണ്ടല്ലോ എന്നതിലല്ല കാര്യം. യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാകണം. അത് ഇസ്ലാമികമായ നിയമങ്ങളാണ്. അനിവാര്യമായ ഘട്ടത്തിൽ നമ്മൾ പുറത്തിറങ്ങേണ്ടി വന്നാൽ, അത് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ അതിനുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവിടെ എന്ത് ശ്രദ്ധിക്കണം? ഹറാമായ ചുറ്റുപാടുകൾ ഉണ്ടാകാൻ പാടില്ല. അന്യ പുരുഷന്മാർ എന്നിലേക്ക് നോക്കി അവരും ഞാനും തെറ്റിൽ അകപ്പെടാകുന്ന സാധ്യതകൾ, സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് സ്വന്തം നാട്ടിലേക്ക് ഒറ്റക്ക് പോകാം. യാത്ര ചെയ്യണമെങ്കിൽ മഹറമായ ഒരാൾ എന്തായാലും കൂടെ വേണം. അത് ഉംറക്കാണെങ്കിലും ഹജ്ജിനാണെങ്കിൽ നിർബന്ധം. മഹറമുണ്ടെങ്കിൽ മാത്രമേ ഹജ്ജ് നിർബന്ധമാകുന്നുള്ളൂ. മഹറമില്ലാത്ത ഘട്ടത്തിൽ നിസ്വത്തുൻ ഫിഖാത്ത്, വിശ്വസ്തരായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ യാത്ര പുറപ്പെടാം. പക്ഷേ ഫർദായ ആരാധനകൾക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ സുന്നത്തായ ഉംറ അങ്ങനെ ചെയ്യാൻ പോകണമെങ്കിൽ മഹറമില്ലാഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റൂല. അപ്പൊ ഇസ്ലാമിൽ നല്ല കണിശമായ നിയമമാണ് രംഗപ്രവേശനം ചെയ്യുക എന്നത്. രണ്ടാമത് അതിനെ നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ കൽപ്പന വരുന്നത്, യാ അയ്യുഹൽ നബിയ്യു ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, അവരോട് ചേർത്തിയിട്ട് പറയാണ്, മുഅ്മിനത്തുകളായ സ്ത്രീകളോട്, എല്ലാരോടും അല്ല. ഉസ്താദേ, ഇത് ജനാധിപത്യ രാജ്യമല്ലേ, ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. ആ സംസാരമല്ല, ഡെമോക്രസിയല്ല നമ്മൾ സംസാരിക്കുന്നത്. മുഅ്മിനാണെന്ന് പറയുന്ന ഏതെങ്കിലും ഉമ്മമാരുണ്ടോ? അവരോട് ഖുർആൻ പറയാണ്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ വസ്ത്രം അവര് മുഖത്തേക്ക് താഴ്ത്തിയിടട്ടെ. അതവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുഅദൈന, മാത്രമല്ല അവര് പീഡിപ്പിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് അവരുടെ മുഖം മറക്കാൻ പറയുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. മുഖം മറക്കുന്നതിന്റെ മുമ്പ് രണ്ടാമത്തെ നിർദ്ദേശം വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, വഖുല്ലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന, കണ്ണുകൾ അടക്കണം. അഥവാ അന്യ പുരുഷന്മാരെ സ്ത്രീകൾ നോക്കാൻ പാടില്ല എന്ന് മുഅ്മിനത്തുകളായ ആളുകളോട് പറയണം. അപ്പൊ അങ്ങോട്ട് നോട്ടത്തെ തൊട്ട് വിലക്കാണ് രണ്ടാമത്തെ വിലക്ക്. പിന്നീട് മൂന്നാമത് പറയാണ്, ഇങ്ങോട്ട് കാണുന്നതിനെ തൊട്ടും നമ്മൾ തടയണം. അങ്ങോട്ട് നോക്കരുത്. പുരുഷന്മാരെ ഇങ്ങോട്ട് കാണുന്നതും നിഷിദ്ധമാണ്. സ്ത്രീകളോട് മാത്രമുള്ള ഒരു വിരക്തിയല്ല ഇത്. കാരണം ആണ് പുരുഷൻ തമ്മിലുള്ള ഇടപെടൽ, അത് സൃഷ്ടിക്കുന്ന അപകടത്തെ സംബന്ധിച്ച് കേരളീയ സമൂഹത്തോട് പൊതുവെ പുതിയ കാലത്ത് പറയേണ്ടതില്ലല്ലോ. കാരണം എത്രമാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇവിടെയുള്ള മെയിൻ സ്ട്രീമിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ പുരുഷന്മാരിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളുടെ കഥകൾ ഇവിടെ തുറന്നു പറയുന്നത് മീഡിയകളിലൂടെ നമ്മൾ കേൾക്കാനിടയായി. ഇസ്ലാം പറയുന്നു, പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ നല്ല ഹിജാബ് വേണം. എന്നാൽ മുഖം മറച്ചതുകൊണ്ട് ഹിജാബാകൂല. ഹിജാബ് എന്നാൽ നമ്മുടെ പെരുമാറ്റങ്ങളിലുണ്ട്, സംസാരങ്ങളിലുണ്ട്, വസ്ത്രവിധാനങ്ങളിലുണ്ട്, നമ്മുടെ രംഗപ്രവേശനത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ കാലത്ത് ഈ നിഖാബ് ഇല്ലാതിരുന്നിട്ടും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നല്ല ഹിജാബ് ഉണ്ടായിരുന്നു.
അന്ന് ഇന്ന് പെണ്ണുങ്ങൾ ഇറങ്ങി പോകുന്നത് പോലെ ഒരു അന്നത്തെ കാലത്ത് ഇറങ്ങി പോവാറില്ല അല്ലേ? അന്ന് പോവാണെങ്കിൽ തന്നെ എങ്ങനെയാണ്? അവരെ കയ്യിൽ ഒരു കൊടയുണ്ടാവും. ഇനി പോവുകയാണെങ്കിൽ തന്നെ അങ്ങാടിയിലൂടെ ആരും പോവില്ല. ഏതെങ്കിലും ഇടവഴികളിലൂടെ പോയിട്ട് വഴിയിൽ എവിടെങ്കിലും നിന്നിട്ട് ഏതെങ്കിലും കുട്ടി പോകുമ്പോ മോനെ ഒരു 10 രൂപ മീൻ വാങ്ങിക്കൊണ്ടുവരുമെന്ന് ആ കുട്ടിനോട് ചോദിക്കുക. ഈ അങ്ങാടിയിലേക്ക് പോകുന്ന ഒരു പ്രവണത നമ്മളെ കുട്ടിക്കാലത്ത് പണ്ടില്ല. അത് അവരുടെ ഹിജാബാണ്. ആളുകളുടെ മുന്നിൽ അവർ പ്രത്യക്ഷപ്പെടുമായിരുന്നില്ല. അതുപോലെ തന്നെ അതുമല്ലെങ്കിൽ അവര് കുട കൊണ്ടിങ്ങനെ മറച്ചു പിടിച്ച് ആളുകൾ ഉള്ള സ്ഥലങ്ങളിലൂടെ പോകാൻ അവർക്കൊരു ഹയാ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ 2 വീലർ എടുത്തിട്ട് ആളുകളുടെ ഇടയിലൂടെ ഇറങ്ങി പുറപ്പെടാനുള്ള ഹയാ നഷ്ടപ്പെട്ടു. ആ ഗണത്തിൽ നമ്മൾ ഇത്തരം മഹതികളെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ഹിജാബിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തമാണോ ആഗ്രഹിക്കുന്നത്? അള്ളാഹ് പൊരുത്തപ്പെട്ട കോലത്തിൽ ജീവിക്കണം. മറ്റുള്ളവരിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാവിന്, നമ്മുടെ സംസ്കാരങ്ങൾക്കെല്ലാം ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നമ്മൾ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാലേ നമ്മുടെ മക്കൾക്ക് ഈ ഒരു സംസ്കാരത്തെ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മെ കൊണ്ട് കഴിയൂല. വളർന്നു വരുന്ന തലമുറകൾ വഴികേടിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ കാരണം ആവശ്യമായ സംസ്കാരങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത് നല്ല പ്രകൃതത്തിലായിക്കൊണ്ടാണ്. പക്ഷേ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനി. ഉപ്പമാരാണ് അവരെ യഹൂദരാക്കുന്നത്, നസറാനിയാക്കുന്നത്, തീയാരാധകരാക്കുന്നത്. നമ്മൾ നല്ല ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മുടെ വീട്ടിൽ മക്കൾക്ക് ഇസ്ലാമികമായി വളർന്നു വരാവുന്ന അന്തരീക്ഷം ഉണ്ടാകണം. പഴയ കാലത്ത് നമ്മുടെ വീടുകളിൽ യാസീനോതുന്നത് പോലെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഉമ്മമാരിരുന്നിട്ട് യാസീനോതും, മാല മൗലിദുകൾ ചൊല്ലും. നഫീസത്ത് മാല ഒരിക്കൽ പോലും ചൊല്ലി നോക്കാത്ത ജനറേഷനാണ് പുതിയ ജനറേഷൻ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. മുഹീദ്ദീമാല പോലും ചെല്ലുന്നവരുടെ എണ്ണം കുറഞ്ഞുപോയി. ഇശാ മഗ്രിബിന്റെ ഇടയിൽ യാസീനോതുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുപോയി. കാരണം ഉമ്മമാര് മൊബൈൽ ഫോണിലാണ്, എല്ലാവരും ഓൺലൈൻ മജ്ലിസിലാണ്, എല്ലാവരും ഓൺലൈനായി ദിക്ർ ചൊല്ലാണ്. മൊബൈൽ ഫോൺ ഇങ്ങനെ ഓണാക്കിയിട്ടിട്ട് അടുക്കളയിൽ പണിയെടുക്കുന്നു. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പം സംസാരിക്കുന്നു. ഏതെങ്കിലും മറ്റ് ചുറ്റുപാടുകളിൽ നമ്മൾ ഇടപഴകുന്നു. ദീനിയായ ശിആറുകളോടുള്ള ആദരവുകൾ നഷ്ടപ്പെട്ടു പോയി. മക്കളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരെപ്പോഴും മൊബൈലിലാണ്. രാവിലെ കേൾക്കുന്നതും മൊബൈലിൽ ദിക്റാണ്, രാത്രിയായാലും ദിക്ർ മൊബൈലിൽ തന്നെ. ഖുർആൻ എടുത്തു വെച്ച് ഇരിക്കുന്ന വീടുകൾ കുറഞ്ഞുപോയി. മക്കളെ ഇരുത്തിയിട്ട് ഇശാ മഗ്രിബിന്റെ ഇടയിൽ യാസീൻ ഓതുന്ന വീടുകൾ കുറഞ്ഞുപോയി. തബാറക ഓതുന്ന വീടുകൾ ഇല്ലാതെയായി പോയി. റാത്തിബത്തുൽ ഹദ്ദാദ് മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്ന ഉമ്മമാർ വളരെ കുറഞ്ഞു പോയതാണ്. ഇന്നത്തെ കാലത്തെ പ്രതിസന്ധികളിലുള്ള ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്ന് എന്ന് നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. ആധുനിക സൈക്കോളജി പറയുന്നത് ക്വാളിറ്റി ടൈം ഇല്ലാത്തതാണ് മക്കൾ വഴിപിഴച്ചു പോകാനുള്ള കാരണമെന്നാണ്. കാരണം ഉമ്മമാർക്ക് മക്കൾക്ക് കൊടുക്കാൻ സമയമില്ല, ഉപ്പമാർക്ക് കൊടുക്കാൻ മക്കൾക്ക് കൊടുക്കാനുള്ള സമയം ഉപ്പമാർക്കില്ല. അവരെല്ലാവരും എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, മൊബൈൽ ഫോൺ ഇല്ലാത്ത സമയം നമുക്ക് അല്പസമയമെങ്കിലും നമുക്കുണ്ടാകണം. ക്വാളിറ്റി ടൈം എന്നതിന് പറയാം. മൊബൈൽ ഫോൺ ഇല്ലാത്ത സമയം ഉണ്ടാകണം. ഒരാളോട് മൊബൈൽ ഫോൺ ഇല്ലാതെ മക്കളെ മുഖാമുഖം നോക്കിയിട്ട് പറയാൻ, വരി മക്കളെ നമുക്ക് യാസീൻ ഓതാന്ന് പറയാൻ കഴിയണം. ഉമ്മാക്ക് കഴിയണം. വാ മോനെ നമുക്ക് ഹദ്ദാദ് എല്ലാം. അങ്ങനെ എത്ര ഉമ്മാരുണ്ടെന്ന് നമ്മൾ ചെയ്യാതെ മക്കളോട് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതനുസരിക്കൂല.
മക്കൾ അനുസരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അത് ജീവിതത്തിൽ പുലർത്തുന്നവരാകണം. മഹതിമാർ നമ്മെ പഠിപ്പിക്കുന്ന മാതൃകകൾ അതാണ്. ഇബാദത്ത് നന്നായി നമ്മുടെ വീടുകളിൽ നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. നമ്മളെ കണ്ടുകൊണ്ടാണ് മക്കൾ പഠിക്കേണ്ടത്, കേട്ടുകൊണ്ടല്ല. ഉമ്മാന്റെ സ്വഭാവം കണ്ടുകൊണ്ട് പഠിക്കണം. ഉമ്മമാരുടെ മടിത്തട്ടാണ് ഒന്നാമത്തെ മദ്രസ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ലഅിബുഹും സബ്ആ വഅദ്ദിബുഹും സബ്ആ വസാഹിബുഹും സബ്ആ. പാരന്റിങ്ങിന്റെ 3 ഘട്ടങ്ങൾ സലഫ് സ്വാലിഹുകൾ പരിചയപ്പെടുത്തുന്നതിൽ ഒന്ന്, 7 വയസ്സ് വരെ ഉമ്മാന്റെ മടിയിലിരുന്ന് കളിച്ചുകൊണ്ട് വളരണം. മക്കളോട് ഒന്നിച്ച് കളിക്കണം. മക്കളും ഉമ്മയും ഉപ്പയും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാകണം. 7 വയസ്സ് വരെ ബുദ്ധിവികാസം ഉണ്ടാകുന്ന സമയമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ഉമ്മ മക്കളോട് പെരുമാറേണ്ടതിന്റെ കൃത്യമായ രീതികളെ നമുക്ക് കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തി തരികയാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പാരന്റിങ്ങിൽ പറയുന്നതിനേക്കാൾ എത്രയോ കടന്നുകൊണ്ട് 6 നൂറ്റാണ്ട് മുമ്പ് ഗസാലി ഇമാം പറയുമ്പോൾ എത്ര മനോഹരമാണ് നമ്മുടെ പാരന്റിങ് എന്ന് പറയും. പാരന്റിങ് എന്ന് പറഞ്ഞാൽ തർബിയത്ത് എന്നാണ് അതിന് അറബിയിൽ പറയാം. തർബിയത്ത് എന്ന് പറഞ്ഞാൽ തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅൻ. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സംഗതികൾ നൽകി, ആവശ്യമുള്ള രൂപത്തിൽ, ആവശ്യമുള്ള തോതനുസരിച്ച് നൽകിയിട്ടൊരു ഒരു കുട്ടിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിനാണ് തർബിയത്ത് എന്ന് പറയാം. ഇവിടെ തർബിയത്ത് എന്നതിനാ പറയാം. തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅൻ. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് കുറച്ചേ കൊടുക്കാവൂ. 10 വയസ്സുള്ള കുട്ടിക്ക് മൊബൈൽ ഫോൺ ആവശ്യമുണ്ടോ? 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് സ്മാർട്ട് ഫോൺ ആവശ്യമുണ്ടോ? ഓരോ സമയത്ത് എന്താണോ ആവശ്യം അതിനനുസരിച്ച് മാത്രമേ കൊടുക്കാവൂ. അതാണ് പാരന്റിങ് എന്ന് പറയുന്നത്.